കൃഷ്ണകൃപാസാഗരം. ഒരു സന്താനം ഏതൊരു സ്ത്രീയുടെയും ഹൃദയത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ അംശമാണ്. സ്വന്തം മാതാവിന്റെ രക്തം തന്നെയാണ് ശിശുവിന്റെ ശരീരത്തിലൂടെയും പ്രവഹിക്കുന്നത്. ഈ സത്യത്തെ ഭഗവാന് പോലും നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെയാവുമ്പോൾ 10 മാസം ഞാൻ ഉദരത്തിൽ വഹിച്ച് ജന്മം നൽകിയ പുത്രൻ എന്റേതല്ലെന്ന് പറയാൻ അങ്ങേക്ക് എന്ത് അവകാശം? അങ്ങ് ചെയ്തത് മഹാപാപമാണ്. അറിയാം, നമുക്ക് അവകാശമില്ല. പക്ഷേ ധർമ്മം, അതനുസരിച്ച് നാം നിർബന്ധിതനായി എന്നത് സത്യം. എന്ത് സത്യം? കൃഷ്ണൻ ദേവിയുടെ ഉദരത്തിൽ ജനിച്ചവനല്ല. അതിനാൽ തന്നെ അവൻ അവിടുത്തെ പുത്രനുമല്ല. അങ്ങ് ഈ വിധമൊക്കെ സംസാരിക്കുന്നത് മഹാപാപം തന്നെയാണ്. ഇപ്രകാരം ക്രൂരനാവാൻ ആർക്കും തന്നെ മനസ്സ് വരികയില്ല. സഹോദരി, നമ്മുടെ നിസ്സഹായത അവിടത്തേക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? നിങ്ങൾ രണ്ടുപേരോടും ഈ സത്യം ഞാൻ വെളിപ്പെടുത്തും മുമ്പേ ഭഗവാനോട് ഞാൻ മനമൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ജീവൻ അങ്ങ് തിരിച്ചെടുക്കണമേ എന്ന്. പക്ഷേ ഭഗവാനും എന്നെ കൈവിട്ടു, എന്നെ സന്താപക്കടലിലേക്ക് തള്ളിവിട്ടു. ഒരു നുണ ഒരിക്കലും സത്യമാകുന്നില്ല. അതുപോലെ ഒരു സത്യം ഒരു പ്രകാരവും കള്ളവുമാകുന്നില്ല. ഈ ലോകർക്കെല്ലാം അറിയാം, കണ്ണൻ ഈ ഗ്രഹത്തിൽ നമ്മുടെ ഉദരത്തിൽ ജനിച്ചതാണെന്ന്. ഈ സത്യം അങ്ങ് കളവെന്ന് ഘോഷിക്കുന്നു. ഏത് കളവിനും പരിധിയുണ്ട് ദേവി. പക്ഷെ സത്യം അതെപ്പോഴും എവിടെയും എന്നും സത്യമായി തന്നെ നിലനിൽക്കും. സത്യത്തെ കുറച്ചു കാലത്തേക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കും. നാം ഇപ്പോൾ വെളിവാക്കിയ യാഥാർത്ഥ്യം ഇത്രയും കാലം ഒളിച്ചു വെക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്നത് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ദൗർഭാഗ്യമാണ്. അങ്ങ് പറയുന്നത് അഥവാ സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആയതിന് എന്ത് തെളിവ് നൽകാനുണ്ട് അങ്ങയ്ക്ക്? ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് നാം നിങ്ങളോടൊരു ചോദ്യം ഉന്നയിക്കുന്നു. കൃഷ്ണൻ ഈ ഗൃഹത്തിൽ യശോദാദേവിയുടെ ഉദരത്തിൽ പിറന്നതാണെന്നതിന് ദേവിയുടെ പക്കൽ തെളിവെന്തെങ്കിലും ഉണ്ടോ? ഈ കുഞ്ഞിനെ ഏറ്റവും ആദ്യം ആരാണ് കണ്ടത്? ഞാൻ തന്നെ. കുഞ്ഞ് ജനിക്കുന്നത് ദേവി ദർശിച്ചിരുന്നുവോ? ഇല്ല, ഞാനവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞ് പിറന്നു കഴിഞ്ഞിരുന്നു. ആ അറയിൽ മറ്റാരാണുണ്ടായിരുന്നത്? നന്ദരാജനുണ്ടായിരുന്നു. ഇല്ല, നാം നിദ്രയിലായിരുന്നു. യശോദാദേവി അറിഞ്ഞിരുന്നോ? ഇല്ല, ഇവരും ഗാഠമായ മയക്കത്തിലായിരുന്നു. വേറെ ആരെങ്കിലും? സൂതികർമ്മിണിയോ മറ്റു പരിചാരികകൾ ആരെങ്കിലും? ആരും ഉണ്ടായിരുന്നില്ല. കാര്യം വളരെ വ്യക്തമാണ്. ആയത് കൃഷ്ണന്റെ പിറവി ആരും ദർശിച്ചിട്ടില്ല എന്നത് സത്യമാണ്. ഭഗവാനെ ഓർത്തൊന്ന് നിർത്തി സംസാരം. അഹിതമായി കാര്യങ്ങൾ പറയാതിരുന്നാലും ആരും ദർശിച്ചിട്ടില്ലെന്ന് കരുതി ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലെന്ന് അർത്ഥമാവുമോ? 10 മാസം ഞാനൊരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നിരുന്നുവല്ലോ. അപ്പോ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നത് സത്യമല്ലേ? തീർച്ചയായും ജന്മം നൽകിയിരുന്നു ദേവി, അത് സത്യം തന്നെയുമാണ്. പക്ഷേ അവിടുന്ന് ജന്മം നൽകിയത് ഒരു പെൺകുഞ്ഞിനായിരുന്നു. ദേവകി ദേവിയുടേതാണെന്ന് കരുതി കംസൻ ആ കുഞ്ഞിനെ കല്ലിലടിച്ച് വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ കുഞ്ഞ് സാക്ഷാൽ യോഗമാതാവായിരുന്നു. അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ ആ കുഞ്ഞ് നമ്മുടെ പുത്രിയായിരുന്നില്ല. ആയിരുന്നെങ്കിൽ എങ്ങനെ കാരാഗ്രഹത്തിലെത്തി? നിശ്ചയമായും ആ കുഞ്ഞ് ദേവികയുടെ തന്നെയാണ്. അല്ല സഹോദരി, അല്ല. അവൾ ദേവകി ദേവിയുടെ പുത്രിയല്ല.
അവിടുത്തെ പുത്രി തന്നെയാണ്. ദേവകീ ദേവിയുടെയും വസുദേവരുടെയും. എങ്കിൽ അവരുടെ പുത്രൻ എങ്ങനെയാണ് നമ്മുടെ ഭവനത്തിലെത്തിയത്? അന്ന് രാത്രി വസുദേവരാജൻ പുത്രനെ കൊണ്ടുവന്ന് യശോദാദേവിയുടെ അരികിൽ കിടത്തി പകരം ദേവിയുടെ പുത്രനെ കൊണ്ടുപോയി. വസുദേവർ അദ്ദേഹം കാരാഗ്രഹത്തിലെ ബന്ധനത്തിൽ നിന്ന് വിമുക്തരായി ഇവിടെ വന്നുവെന്നോ? ആ സമയത്ത് ഏതോ ദൈവിക ശക്തിയാൽ അദ്ദേഹം ബന്ധന വിമുക്തനായി തീർന്നു. ഈ സങ്കല്പ കഥകളൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കണം. യോഗമാതാ ദേവകീ ദേവിയുടെ ഗർഭത്തിൽ നിന്ന് ബലരാമനെ ഉച്ചാടനം ചെയ്ത് രോഹിണി ദേവിയുടെ ഗർഭത്തിൽ ജന്മം കൊടുത്ത കാര്യം നാം എല്ലാം വിശ്വസിക്കുന്നില്ലേ? അപ്രകാരം ഇതും സത്യമാണെന്ന് വിശ്വസിച്ചാലും നന്ദഗോപരെ. കാരണം ഈ വിഷയത്തെക്കുറിച്ച് നമ്മെ ധരിപ്പിച്ചത് ഒരിക്കലും കളവുച്ചരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. ആര്? രാജൻ വസുദേവർ തന്നെ. വസുദേവരോ? അതെ, അദ്ദേഹം തന്നെ. അദ്ദേഹം അങ്ങനെ പറയില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. ഈ സത്യം അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയതാണ്. നമുക്ക് ഈ വിഷയം പല വർഷങ്ങളായിട്ട് അറിയാവുന്നതുമാണ്. നിങ്ങളെ ഈ വിവരം അറിയിക്കണമെന്ന് നാം ആഗ്രഹിച്ചതാണ്. കൃഷ്ണനോട് ഇത്രമേൽ മമത കാണിക്കരുത്. പക്ഷേ രാജൻ വാസുദേവൻ നമ്മെ പലപ്പോഴും തടയുകയായിരുന്നു. ഇത്രയും വർഷം മറച്ചു വെച്ചിട്ട് ഇപ്പോഴെന്തിനാണ് അങ്ങ് വെളിപ്പെടുത്തിയത്? നമ്മുടെ ദുർഭാഗ്യം കൊണ്ട്, നമ്മുടെ നിസ്സഹായത കൊണ്ട് ദേവി. അങ്ങനെ എന്താണ് ഇപ്പോൾ വിശേഷിച്ച്? ദേവകീ ദേവിയുടെ കൽപ്പന, ആ ആജ്ഞ പാലിക്കുക നമുക്ക് എത്ര കഠിനമാണെന്ന് അവിടത്തേക്ക് അറിയില്ല. വാസ്തവത്തിൽ അവരും നിസ്സഹായരായിരിക്കുന്നു. ഈ രഹസ്യം ഭദ്രമായി വെക്കാൻ ആ പാവങ്ങൾ എത്ര വർഷം കാരാഗ്രഹവാസം അനുഭവിച്ചു. പക്ഷേ രാജൻ വസുദേവരെ കംസൻ നിർദ്ദയമായി പീഡിപ്പിച്ച് വധിക്കുമെന്നായപ്പോൾ കൃഷ്ണൻ തന്റെ 8ാമത്തെ സന്താനമാണെന്ന് ആ പതിവ്രതാരത്നത്തിന് തുറന്ന് സമ്മതിക്കേണ്ടതായി വന്നു. ആ ദുഷ്ടൻ ഇന്നേ വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാലകനെയാണ്. ഭീഷണിക്ക് വഴങ്ങി അവർ കൃഷ്ണനെ കൊണ്ടുവന്ന് കംസനെ കൊടുക്കാമെന്ന് സമ്മതിക്കേണ്ടതായി വന്നു. ആ ക്രൂരകൃത്യം നിറവേറ്റാൻ നമ്മോട് ആജ്ഞാപിക്കുകയും ചെയ്തു. നാം ഇതെങ്ങനെ നിർവഹിക്കണമെന്ന് ദേവകീ ദേവിയോട് സങ്കടം ഉണർത്തിച്ചതാണ്. സ്വന്തം പതിയുടെ ജീവൻ രക്ഷിക്കാൻ കൃഷ്ണനെ വിട്ടുകൊടുക്കാൻ യശോദാദേവിയോട് അവർ കെഞ്ചി അപേക്ഷിക്കുന്നതായി അറിയിക്കാൻ പറഞ്ഞു. ദേവി, എടുത്തേ ദേവി, ദേവി, എടുത്തേ ദേവി, ദേവി. ഒന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങളെയും കൂടി കൊണ്ടുപോകണ. പറഞ്ഞില്ലേ കൂട്ടരെ, ആദ്യം ഞാൻ അവിടെ എത്തട്ടെ എന്ന്. തൊട്ടു പിറകെ നിങ്ങൾക്ക് വരാനും ഏർപ്പാടാക്കാം. അവിടെ എത്തിയാൽ കണ്ണൻ ഞങ്ങളെ മറക്കാതിരുന്നാ മതി. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്നെങ്കിലും ഞാൻ വാക്കുപാലിക്കാതിരുന്നിട്ടുണ്ടോ? പറയൂ. ഇല്ല കണ്ണ, കണ്ണനെ പൂർണ്ണ വിശ്വാസമാ. എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം കണ്ണ? എനിക്ക് വേണ്ടി നിങ്ങൾ ഗോപികമാരോടൊന്ന് സംസാരിക്കണം. കണ്ണന്റെ അപേക്ഷയാണെന്ന് പറയണം. മധുരാപുരി യാത്ര എനിക്ക് ഒഴിവാക്കാൻ വയ്യ. അത് എത്രയും അനിവാര്യമാണ്. ഗോപികൾക്കാർക്കും അതിന്റെ പേരിൽ എന്നോടൊരു പരിഭവവും തോന്നരുതെന്ന് പറയൂ. അവിടെ നിർവഹിക്കാനുള്ള കടമകൾ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തുമെന്നും. ശരി കണ്ണ, ഞങ്ങൾ വേഗം പോകാം. അനിയ, ഇതുകൊണ്ടൊന്നും ഗോപികമാർ സമാധാനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എനിക്ക് നന്നായിട്ടറിയാൻ ജ്യേഷ്ഠ. പക്ഷേ അവിടെ വീട്ടിൽ നമ്മെ അന്വേഷിക്കുന്നുണ്ടാവും.
കണ്ണനെ കൊണ്ടുപോകാനോ? അതെ. എന്താ ബാലകന്മാർക്കൊരു വിശ്വാസക്കുറവ്? എന്തിനാ സങ്കടപ്പെടുന്നത്? കണ്ണൻ പോയാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു രസവും കാണില്ല. എന്തിനാ രാമ നീ ചിരിക്കുന്നത്? കണ്ണൻ പോകുമ്പോൾ നമ്മളെയും കൂടെ കൊണ്ടുപോകും. അത് ശരിയാണല്ലോ. നമ്മളില്ലാതെ കണ്ണൻ എങ്ങും പോകാറില്ലല്ലോ. ഹായ്, എന്ത് രസമായിരിക്കും തേരിലെ യാത്ര. ഈ തേര് കണ്ട് ആരും അങ്ങനെ സ്വപ്നം കാണണ്ട. എന്താ ഞങ്ങളെ ഈ തേരിൽ കയറ്റില്ലേ? ഇത് കൃഷ്ണനും ബലരാമനും മാത്രം സഞ്ചരിക്കാനുള്ള തേരാണ്. എന്ന് വച്ചാൽ മഹാരാജാവിന്റെ അതിഥികളെ മാത്രം, മറ്റാരെയും ഇതിൽ കയറ്റില്ല. പക്ഷെ ഞങ്ങളുടെ കണ്ണൻ ഞങ്ങളെയും കൊണ്ടുപോകും. വരൂ, ഇദ്ദേഹം പറയണതൊന്നും കേൾക്കണ്ട. നമുക്ക് നമ്മുടെ എല്ലാ ചങ്ങാതിമാരെയും വിവരം അറിയിക്കാം. വാ. നമ്മോട് യാത്ര പറയാനായിട്ടെങ്കിലും കണ്ണൻ വരാതിരിക്കുമോ? ഇല്ല കൂട്ടരെ, അതിനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നില്ല. വന്നാൽ നമ്മുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അതെ, ആ കണ്ണീര് തന്നെ നമ്മുടെ ഏക ആയുധം. അത് കാണുമ്പോഴെങ്കിലും കണ്ണന്റെ മനസ്സ് മാറും. നിനക്ക് ഭ്രാന്തുണ്ടോ വൃഥാ വ്യാമോഹിക്കാൻ? കണ്ണൻ അല്ലെങ്കിലേ നിർമോഹിയാണെന്നാണ് രാധ പോലും പറയുന്നത്. നിർമോഹികളെ ഒരു കണ്ണീരും കൊണ്ട് ആർക്കും ഇളക്കാൻ കഴിയില്ല. ദേ വരുന്നോ കണ്ണിന്റെ കൂട്ടുകാരൻ. അവർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അവർ വന്നിട്ട് എന്ത് കാര്യം? കണ്ണനില്ലല്ലോ. ഒരു പക്ഷേ കണ്ണൻ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കണ്ണൻ എവിടെയുണ്ട്? നന്ദഗൃഹത്തിൽ. ഇങ്ങോട്ടൊന്നും വരില്ലെന്നാണോ? കണ്ണൻ തിരക്കിലാണ്, യാത്രയ്ക്കുള്ള ഒരുക്കത്തിൽ. യാത്ര മധുരാപുരി എന്ന് കേട്ടതും സർവരെയും മറക്കുന്നു. മറന്നതല്ല ഗോപികളെ. അങ്ങനെയാണെങ്കിൽ കണ്ണൻ ഞങ്ങളെ ഇങ്ങോട്ട് വിടുമോ? എന്തിന്? കണ്ണന്റെ നേരെ നിങ്ങൾക്കാർക്കും ഒരു പരിഭവവും തോന്നരുതെന്ന് പറയാൻ. അത് പറയാനായിട്ടെങ്കിലും ഒന്ന് നേരിട്ട് വരാൻ തോന്നിയില്ലല്ലോ. അത് തിരക്ക് മൂലമാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ. മധുരയിൽ കണ്ണന് ചില കടമകൾ ഉണ്ടത്രേ. അത് നിർവഹിച്ചാൽ ഉടൻ മടങ്ങിയെത്തും. ആരും വ്യസനിക്കണ്ട, കണ്ണനോടൊപ്പം ഞങ്ങളും പോകുന്നുണ്ട്. കണ്ണനെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളേറ്റു. ഞങ്ങൾ പോകുന്നു. ഈ വിവരം ഞങ്ങൾക്ക് മറ്റു ഗോപികളെയും അറിയിക്കാനുണ്ട്. എന്താണ് ഇത്രയും വൈകിയത്? വഴിക്കെന്തെങ്കിലും? ഒന്നുമില്ല, രഹസ്യ ഭാഷയ്ക്ക് വേണ്ടി കാത്തു വൈകി. നമ്മുടെ എല്ലാ കുട്ടികളുടെയും രഹസ്യ ഭാഷ കിട്ടിക്കഴിഞ്ഞു. എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തപോലെ തയ്യാറാണ്. ഇനി അങ്ങയുടെ ആജ്ഞ മാത്രം മതി. ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ. ഇന്ന് തന്നെ വേണ്ടി വരുമോ എന്ന് തീർത്തു പറയാറായിട്ടില്ല. ഒരുപക്ഷെ നാം 2 വിഭാഗങ്ങളായി പിരിയേണ്ടി വന്നേക്കാം. ഇക്കാര്യം മുങ്ങൽ വിദഗ്ധരെ പ്രത്യേകം അറിയിക്കണം. ശരി പ്രഭു. എന്റെ ആലോചന കണ്ണനെ നാളെ തന്നെ കൊണ്ടുപോകാമെന്നാണ്. പക്ഷേ ബലരാമനെ ഈ രാത്രി തന്നെ ഒളിപ്പിച്ച് കടത്തുന്നതായിരിക്കും ഉത്തമം. അത് തീരുമാനമായാൽ എന്റെ സന്ദേശം ഏത് നിമിഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോകൂ, ഭദ്രമായി ഈ സന്ദേശം അറിയിക്കൂ. ശരി പ്രഭു.
നിർമോഹികളെ ഒരു കണ്ണീരിനും ഇളക്കാനാവില്ല. ഞാൻ എന്ന വേറിട്ട വ്യക്തിബോധത്തിലാണ് മോഹത്തിന്റെ അഥവാ മായയുടെ ഉദയം. മോഹത്തിലൂടെ നേടാവുന്നത് സംയോഗമാകാം. സംയോഗത്തിന്റെ അടുത്ത ഘട്ടമോ വിയോഗവും. അതായത് മോഹിക്കുന്ന ദേഹാദി പദാർത്ഥങ്ങൾ ദുഃഖകാരണങ്ങളായി മാറുന്നു. അനിത്യം അസുഖം ലോകം എന്ന തത്വം തന്നെയാണ് ഗോപികമാരുടെ കണ്ണീരിനും ആസ്പദം. നിർമോഹികളോ ഈ തത്വത്തിന് അതീതരും. സർവഭൂതങ്ങളിലും താനിരിക്കെ ഭഗവത് സ്വത്വം സ്വയം മോഹനിർമുക്തമാകുന്നു എന്നും അർത്ഥം.